ഏത് പ്രായത്തിലുള്ളവർക്കും ട്രൈ ചെയ്യാവുന്ന ഈസി ആൻഡ് കോസി ടെക്നിക്കാണ് പെയിൻറ്റിങ് വിത്ത് സോപ്പ് ബബിൾസ്. ചെയ്യാൻ ഈസി ആണെങ്കിലും നല്ല റിസൾട്ട് കിട്ടാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇതൊക്കെ ഈ ടെക്നിക്ക് വെച്ച് ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കിയ ചിത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത പ്രശ്നങ്ങളും പിന്നെ കറക്റ്റായിട്ട് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്ത മെത്തേഡ്സും ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, കുക്കിംഗ്, ഹോം മേക്കിംഗ് ഒക്കെ നമ്മൾ മുൻപരിചയമില്ലാതെ സെൽഫായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ആരെങ്കിലും ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ, ഒന്ന് ഗൈഡ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ, സംശയം വരുമ്പോൾ ഒന്ന് നോക്കാൻ എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നാറില്ലേ? അങ്ങനെ എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാനും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ പാകത്തിന് ഷെയർ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യണേ. പിന്നെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വേറെ ഒന്നുമല്ല, പറഞ്ഞില്ലെങ്കിൽ ആരും ചെയ്യില്ല, അതാ. അപ്പോൾ പിന്നെ വീഡിയോയിലേക്ക് വരാം. ഗുഡ് മെറ്റീരിയൽസ്, ഗുഡ് റിസൾട്ട്. നമ്മുടെ ഫസ്റ്റ് 3 ടിപ്സും ഈ ഒരു ഒറ്റ ടാഗ് കൊണ്ട് ഓർത്ത് വയ്ക്കാം കേട്ടോ. ഗുഡ് മെറ്റീരിയൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന വില കൂടിയ പെയിൻറ്റോ ബ്രഷും അങ്ങനെയുള്ള ഒന്നുമല്ല. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതായത് പ്രധാനമായിട്ടും ഈ പ്രൊജക്റ്റിന് വേണ്ട മെറ്റീരിയൽസ് നോക്കിയിട്ട് അതിനെ എങ്ങനെ ക്വാളിറ്റിയോടുകൂടി നല്ല റിസൾട്ടിലേക്ക് എത്തിക്കാവുന്ന വിധത്തിൽ ഉപയോഗിക്കാമെന്ന് പരിചയപ്പെടാം. ആദ്യം വേണ്ടത് വാട്ടർ കളർ പേപ്പറാണ്. ഇത് ഒരു 180 to 200 GSM ഉള്ളതാണ് ബെസ്റ്റ്. അതില്ലെങ്കിൽ ചാർട്ട് പേപ്പറും ഉപയോഗിക്കാം. ഞാൻ യൂസ് ചെയ്തത് ഈ പേപ്പറാണ്. സെക്കൻഡ് മെറ്റീരിയൽ സോപ്പ് ലിക്വിഡാണ്. ഇത് വാഷിംഗ് ലിക്വിഡ് ഏത് വേണമെങ്കിലും എടുക്കാം. ലിക്വിഡിൻ്റെ കൺസിസ്റ്റൻസി നോക്കി വേണം വാട്ടർ ആഡ് ചെയ്യാൻ. അതായത് ഇപ്പോൾ ഓരോ ലിക്വിഡിനും ഓരോ കൺസിസ്റ്റൻസി ആയിരിക്കും. കുറച്ച് നല്ല തിക്കായിരിക്കും, കുറച്ച് ലൂസ് ആയിരിക്കും. അപ്പോൾ അത് നോക്കിയാണ് നമ്മൾ വാട്ടർ ആഡ് ചെയ്യാൻ. ഉപയോഗിച്ചത് ഹാൻഡ് വാഷ് ആയിരുന്നു. അത് ഹണി പോലെ നല്ല തിക്കായിട്ടുള്ളത് കൊണ്ട് തന്നെ 1:3 അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു അളവാണ് എടുത്തത്. അതായത് ഒരു ഡ്രോപ്പ് ലിക്വിഡ് എടുത്തപ്പോൾ 3 ഡ്രോപ്പ് വാട്ടർ ആഡ് ചെയ്തു. വെള്ളത്തിൻ്റെ അളവ് കൂടി കൺസിസ്റ്റൻസി ഭയങ്കര ലൂസായി കഴിഞ്ഞാൽ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബബിൾ പെട്ടെന്ന് പൊട്ടും. അതായത് നമുക്ക് ബബിളിൽ കുറച്ച് ഐസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ബബിളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കളറ് കൊടുത്ത് ആ ഒരു പെയിൻറ്റിങ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഐസ് കുറഞ്ഞു കഴിഞ്ഞാൽ ആ ബബിൾ പെട്ടെന്ന് പൊട്ടും. പിന്നെ വെള്ളം ഭയങ്കരമായിട്ട് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബബിൾ ഉണ്ടാവില്ല. അതായത് നമ്മൾ സോപ്പ് മാത്രം കയ്യിലെടുത്ത് അത് പതയില്ലല്ലോ, പതയും, പക്ഷെ അത് ഭയങ്കര ചെറിയ കണികകളായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ തീരെ ചെറിയ കണികകൾ പോലെ ആയിപ്പോവും. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ സാധനം തന്നെ ഈ ബബിൾസാണ്. ബബിൾസിൻ്റെ ഷേപ്പ് വെച്ചാണ് നമ്മുടെ ഈ പെയിൻറ്റിങ്ങിൻ്റെ ടെക്സ്ചറും ആ പെയിൻറ്റിങ്ങിൻ്റെ എല്ലാം ഈ ബബിളിൻ്റെ വലിപ്പത്തിലും ആകൃതിയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഒരു 50% 50% ഓക്കെ ആവും കേട്ടോ. പിന്നെ ചെറിയ ബബിൾസ് കൊണ്ട് ചെയ്തതാണ് ഈ ഒരു വർക്ക്. ഇതൊരു ടെസ്റ്റിംഗ് പ്രോസസ്സിനായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലത്തെ ടെക്സ്ചർ വേണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കുഞ്ഞതായിട്ടാണ് വേണമെന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് റേഷ്യോ മാറ്റാം കേട്ടോ. നല്ല തിക്കായി തന്നെ സോപ്പ് എടുത്തു കഴിഞ്ഞാൽ മതി. ടെസ്റ്റ് യുവർ സോപ്പ് ലിക്വിഡ് എന്നത് തന്നെ ഒരു സൂപ്പർ കാര്യമാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് അതേ ബ്രാൻഡോ ആയിരിക്കില്ല നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണോ അതിന് വേറെ അളവിൽ വാട്ടർ ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന ബബിൾസിൻ്റെ ഹെൽത്ത് എങ്ങനെയാണ്, അതിന് വലിപ്പം വരുന്നുണ്ടോ, എത്രത്തോളം വലുതാകും, എത്രത്തോളം ആയുസ് ഉണ്ട്, പെട്ടെന്ന് പൊട്ടിപ്പോകുമോ, കുറച്ച് നേരം നിൽക്കുമോ എന്നൊക്കെ നമ്മൾ തന്നെ ടെസ്റ്റ് ചെയ്ത് സ്പ്രെഡ് ആവോ, ഇതൊക്കെ ഒന്ന് ചെറിയ ഭാഗങ്ങളായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വ്യത്യസ്ത അളവുകൾ എടുത്ത് അതിൽ നിന്ന് ലഭിക്കുന്ന റിസൾട്ട് നോക്കുക. ഞാൻ ഈ മെത്തേഡ് യൂസ് ചെയ്താണ് മുന്നേ പറഞ്ഞ റേഷ്യോയിലേക്ക് എത്തിയത്. ഇതിൻ്റെ റിസൾട്ട് നോക്കി ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്യാനൊക്കെ ഈ ഒരു ടെസ്റ്റിംഗ് നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മുടെ പേപ്പറും ബബിളും റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് കളറാണ്. വാട്ടർ കളറാണ് ബെസ്റ്റ് ചോയ്സ്. അവൈലബിൾ ആയിട്ടുള്ള ഏത് വാട്ടർ കളറും ഉപയോഗിക്കാം കേട്ടോ. ഇവിടെയും പ്രിപ്പറേഷനിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ടെക്നിക്കിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബബിൾ പൊട്ടുന്നതിന് മുമ്പ് നമ്മൾ ആഗ്രഹിക്കുന്ന കളർ ആ ബബിളിൻ്റെ മുകളിൽ വളരെ സോഫ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബബിൾസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപേ നമുക്ക് ആവശ്യമുള്ള കളേഴ്സ് അല്പം നനഞ്ഞ ബ്രഷിൽ എടുത്തു വയ്ക്കുക. ബ്രഷ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ ആ പെയിൻറ്റ് സ്പ്രെഡ് ആകുന്ന പോലെ വേണം ഇത് ചെയ്യാൻ. ഇവിടെയും ഒത്തിരി വാട്ടറി ആകാതെ നോക്കേണ്ടതുണ്ട്. കാരണം ജലാംശം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ ഫുള്ള് വെറ്റായിപ്പോവും. അതൊരു നോർമൽ വാട്ടർ കളർ പോലെ
സ്പ്രെഡ് ആയിട്ടുള്ളൊരു പേപ്പറായിട്ട് മാറിപ്പോവും. അപ്പോൾ നമുക്ക് ഈ ബബിൾസ് പെയിൻറ്റിങ്ങിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു തേനീച്ചക്കൂട് പോലെയോ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ ഒക്കെ ടിഷ്യൂ പോലെയോ ഒക്കെയുള്ള ടെക്സ്ചർ ആണല്ലോ വേണ്ടത്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചേ മതിയാകൂ. ഇനി നമുക്ക് പ്രോസസ്സിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ 4th ടിപ്പാണ്. ടൈമിംഗ് ഈസ് ദ കീ എന്നതാണ് ഇതിൻ്റെ ടാഗ്ലൈൻ. ഈ പരിപാടിയിൽ ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വളരെ ആയുസ് കുറഞ്ഞ ഒന്നാണല്ലോ ഈ കുമിളകൾ. അപ്പോൾ അവരെ ഉപയോഗിക്കുന്ന ഈ ടെക്നിക്കിനും സമയം പ്രധാന ഘടകമാണ്. അതുകൊണ്ടാണ് മുന്നേ ഞാൻ പറഞ്ഞത് പെയിൻറ് നേരത്തെ ഡിസൈഡ് ചെയ്ത് റെഡിയാക്കണം എന്ന്. പക്ഷേ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ധൃതി തോന്നും, ഫാസ്റ്റായിട്ട് ചെയ്യണമെന്ന് തോന്നും. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ ബബിളിലേക്ക് പെയിൻറ് മുക്കിയ ബ്രഷ് ടച്ച് ചെയ്യാനും ഒരു സമയമുണ്ട്. ആ സമയം കൃത്യമായി നോക്കിയിരുന്ന് തന്നെ കണ്ടുപിടിക്കുകയും വേണം. പ്രിപ്പയർ ചെയ്ത് ഫ്രഷ് ആയിട്ടുള്ള ബബിൾസ് പേപ്പറിൽ വയ്ക്കുമ്പോൾ അവ നല്ല ബ്രൈറ്റ് ആയിരിക്കും. ഒരു സെക്കൻഡ് നോക്കി നിന്ന ആ ബ്രൈറ്റ്നെസ് പതിയെ ഡിമ്മാവും. ഈ ടൈമിൽ വേണം നമ്മൾ ബ്രഷ് ടച്ച് ചെയ്യാൻ. ബബിൾ വെച്ച ഉടനെ തന്നെ പെയിൻറ് ആഡ് ചെയ്യുമ്പോൾ ഈ ബബിളിൻ്റെ ഉള്ളിൽ നിന്നും കളേഴ്സ് പേപ്പറിൽ സ്പ്രെഡ് ആകുന്നതുകൊണ്ടാണ് ഈ ഒരു ടൈമിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ശ്രദ്ധ എങ്ങാനും തെറ്റി ബബിൾസ് വേസ്റ്റ് ആകാതിരിക്കാനും നോക്കണം കേട്ടോ. സത്യത്തിൽ ഈ ഒരു പ്രോസസ്സ് നമ്മുടെ കോൺസെൻട്രേഷനെ വർദ്ധിക്കാനും വെയിറ്റ് ആൻഡ് യൂസ് ദ ബെസ്റ്റ് ടൈം എന്നുള്ള സ്ട്രാറ്റജി ശീലമാക്കാനും ഒക്കെ സഹായിക്കും. ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു പോയിന്റ് കൂടി ഉള്ളത്, നമ്മൾ ബബിൾസ് പേപ്പറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതിനെ ടച്ച് ചെയ്യാനോ റീപ്ലേസ് ചെയ്യാനോ നീക്കാനോ അനക്കാനോ ഒന്നും നോക്കരുത്. അതുപോലെ തന്നെ നാച്ചുറലി ബേസ്റ്റ് ആകാൻ അനുവദിക്കണം. എന്നാൽ മാത്രമേ നല്ല റിസൾട്ടിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. മനോഹരമായ ബബിൾ പെയിൻറ്റിങ്ങിനുള്ള ഫൈനൽ ആൻഡ് 5th ടിപ്പ് ദേ പറയാൻ പോവാണേ. ഫിനിഷിങ്ങിനെ കുറിച്ചാണ്. വാട്ടർ കളർ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പോലെ തന്നെ നന്നായി ഡ്രൈ ആയിട്ട് മാത്രമേ ടേപ്പൊക്കെ റിമൂവ് ചെയ്യാവൂ, അല്ലെങ്കിൽ ഷ്രിങ്ക് ആവും. പിന്നെ ലെയേഴ്സ് ആയിട്ട് ചെയ്ത് കൂടുതൽ ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓരോ ലെയറും നല്ല പോലെ ഡ്രൈ ആയ ശേഷമേ നെക്സ്റ്റിലേക്ക് കടക്കാവൂ. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്. നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച് ഇഷ്ടമുള്ള ചിത്രങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. കമ്മ്യൂണിറ്റി പോസ്റ്റിന് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾ ചെയ്തപ്പോൾ എന്തൊക്കെ ശ്രദ്ധിച്ചു എന്നുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്താൽ വലിയ സന്തോഷമാവും കേട്ടോ. കൂടുതൽ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ക്രിയാത്മകതയുടെ കഥകൾ തീരുന്നില്ല. പുതിയ ക്രിയേറ്റീവ് സ്റ്റോറീസ് പങ്കുവയ്ക്കാൻ വീണ്ടും വരും. വീണ്ടും കാണാം.